നാളെ അവനെ കാണാൻ എപ്പോഴാന്നേ പോണ്ടേ? കാലത്തെ പോണെന്ന് ഞാൻ വിചാരിച്ചേക്കണേ. ആ പ്രിൻസിപ്പൾ 2-3 ആഴ്ചയായി ഇപ്പൊ വിളിക്കണ്. എന്തുട്ടാണെന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ ആദ്യം പിള്ളേരെ വിശ്വസിക്കും. നിനക്കറിയാൻ പാടില്ലല്ലോ, അപ്പൻ്റെ അല്ലേ മോൻ, എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അതെ, നാളത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നോക്കിക്കോളണം. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. നീ എന്ത് ഭാവിച്ചാ തുടങ്ങാൻ പോണേതൊക്കെ? എന്താണ് ഈ മൗനവ്രതം എന്നൊക്കെ പറഞ്ഞ് നടക്കണ കാര്യമാണത്. അതാ മിണ്ടാതിരുന്നാ പോരെ? മിണ്ടാതിരുന്നാ മാത്രം പോരാ അതിന്. അതറിയില്ലേ, ഭക്ഷണം, ശുചിത്വം, ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അതിന്. അതൊക്കെ എനിക്കറിയാം. എന്നിട്ട് വേണം തലകറങ്ങി വീണിട്ട് വെല്ലോടത്തും കൊണ്ടുപോകാൻ. നാത്തുവിനെ ഇതെനിക്ക് വേണ്ടിട്ട് ചെയ്യണല്ല, നിങ്ങളുടെ ആങ്ങളക്ക് വേണ്ടിട്ട് ചെയ്യണതാ. അതൊന്നും ചെയ്താൽ നന്നാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലത് അത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതല്ല, നിനക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. നീ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന തലവേദന എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. അടി എനിക്ക് തലകറങ്ങി വീണിട്ട് വേണം ആശുപത്രിയിൽ കൊണ്ടുപോകാനെങ്കിൽ അവൻ്റെ വല്ലതും ഉണ്ടാ? അതിന് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. അതെ, രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും. ചേച്ചി എപ്പോഴാ പോണേ? ഞാൻ കാലത്ത് കാപ്പി കുടി കഴിഞ്ഞിട്ട് പോകണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വഴിയിലൊക്കെ ഇറങ്ങി കാപ്പി കുടിക്കാൻ നിൽക്കണ്ടേ, അതിനൊന്നും അവനെ കൊണ്ട് പറ്റൂല. പിന്നെ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടടി. നമുക്ക് രാവിലെ ഉണ്ടാക്കാം. അവന് ഒന്നും അങ്ങനെ എല്ലാം എന്താ ഇഷ്ടം? അവന് എന്തെങ്കിലും മതി. വീട്ടിൽ നിന്ന് ഉണ്ടാക്കണമാകുമ്പോ അവനൊരു സന്തോഷമല്ലേ. അല്ല ഈ ഹോട്ടലിൽ നിന്നും പുറത്തുനിന്ന് രാവിലെ പണിയെല്ലാം കഴിക്കണം. എനിക്ക് പിന്നെ ഒരുപാട് സമയം ഇതിനകത്ത്. പിന്നെ അമ്പലത്തിൽ പോകണം. ഇറച്ചി മീനൊന്നും ഞാൻ കൈകൊണ്ട് തൊടൂല. അത് നാത്തുന് എന്താണെന്ന് അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിപ്പോ കാലത്ത് രാത്രി പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ട് നമുക്ക് കിടന്നാ മതി. ആ കുടത്തിൽ വെള്ളം പിടിച്ച് വെച്ചായിരുന്നു, അല്ലെങ്കിൽ രാവിലെ പൈപ്പിൽ ചിലപ്പോ വെള്ളം വന്നിരിക്കൂല. ഇല്ല, അതൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പിടിക്കാം. വേണ്ട, പിന്നെ ഈ രാത്രി നോക്കി അതിലുണ്ടാന്ന് നോക്ക്. നോക്ക് മതി. അല്ലെങ്കിൽ എനിക്ക് ആ വെള്ളം പിടിക്കലൊക്കെ ചിലപ്പോ പാടായി മാറും. ഒന്നുമില്ല, വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ എന്നാ വാ കിടക്കാം.